ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന മനുഷ്യത്വരഹിതമായ ക്രൂരമായ ഈ വേട്ടയാടൽ അവസാനിപ്പിക്കാതെ ബന്ദികളെ വിട്ടു നൽകില്ല എന്നുള്ളത് ഹമാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ അവരെ മോചിപ്പിക്കുന്ന കാര്യത്തിലാണ് കൃത്യമായും ഹമാസ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അവരെ മോചിപ്പിച്ചില്ലെങ്കിൽ ഇനി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിൽ കൂടുതലൊന്നും വരാനില്ല. അവരെ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. അവർ മൊത്തത്തിൽ എന്തിനും പോന്ന് ഇരിക്കുകയാണ്. അതായത് മരണമെങ്കിൽ മരണം, അതിന് തങ്ങൾ തയ്യാറാണ്. പക്ഷേ തങ്ങളെ വിരട്ടുകയൊന്നും വേണ്ട. എന്നാൽ ഇസ്രായേലിലെ ജീവിക്കുന്നവർക്ക് സ്വസ്ഥമായി ജീവിച്ചു കഴിയാം എന്ന് വിചാരിക്കേണ്ട, വ്യാമോഹിക്കേണ്ട എന്നൊരു താക്കീത് കൂടിയാണ് വീണ്ടും വീണ്ടും ഹമാസും ഹൂതി വിമതരും നടത്തുന്നത്. നമുക്കറിയാം, ഹൂതി വിമതർ അതിശക്തമായി പിടിമുറുക്കിയത് ചെങ്കടൽ മേഖലയിലാണെങ്കിൽ ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് യഹിയ സരി നേരിട്ടുള്ള പ്രത്യാക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. യമനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന വിഷയമായി ഹൂതി വിമതർക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ഔദ്യോഗികമായി ഹൂതി വിമതർ പിടിയുറപ്പിക്കുകയാണ് യമനെ സംബന്ധിച്ചിടത്തോളം. യമന്റെ ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ അട്ടിമറി നടത്താൻ കെൽപ്പുള്ളവർ തന്നെയാണവർ. യമനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പട്ടിണി രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ്. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരാണ് അതിൽ ഏകദേശം നല്ലൊരു ശതമാനം ആളുകളും. അങ്ങനെയുള്ള ഒരു രാജ്യം, അതിലെ ഹൂതി വിമതരാണ് ഇസ്രായേലിനെതിരെ ഇത്തരം ഒരു ശക്തമായ നീക്കം ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൂതി വിമതർക്ക് എല്ലാ രീതിയിലും ഇറാനാണ് ഫണ്ടിങ് നൽകുന്നത് എന്നുള്ളത് ഇസ്രായേൽ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് ഇറാനെ ഒറ്റപ്പെടുത്തണമെന്നും ഇറാനുമായി കരാർ ഏർപ്പെടുന്ന ഏത് രാഷ്ട്രത്തിനെയും കൃത്യമായി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കണമെന്നും ആണ് ഇസ്രായേലിലെ പ്രഖ്യാപനം. നെതന്യാഹു തൊണ്ട പൊട്ടിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നെതന്യാഹുവിൻ്റെ വാക്കിനൊന്നും ഒരു വിലയും ലോകരാജ്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ആകെ കാവൽ നായെ പോലെ അമേരിക്കയുടെ മുമ്പിൽ വാലാട്ടി ഓച്ചാനിച്ച് നിൽക്കാം. അതാണ് ഇസ്രായേലിന് ഇപ്പോൾ ആകെ ബാക്കിയുള്ളത്. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ക്ഷേമമൊന്നുമല്ല അവരെ പ്രധാനമായും മുന്നോട്ട് നയിക്കുന്നത്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു രാജ്യം. ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായ നെതന്യാഹു ആ രാജ്യത്തെ ക്ഷേമ പ്രവർത്തനത്തിലൊന്നുമല്ല ആകൃഷ്ടൻ. അതിർത്തിയിൽ നിരന്തരമായ യുദ്ധം നടത്തുക, എപ്പോഴും തൻ്റെ പ്രധാനമന്ത്രി പദവി അതല്ലെങ്കിൽ തൻ്റെ കുടുംബാധിപത്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനുവേണ്ടി എന്ത് രീതിയിലുള്ള നാണം കെട്ട പരിപാടിയും കാണിക്കും. ഏതായാലും ഇസ്രായേലിൽ നിന്ന് പോയൊരു പൗരൻ ഇപ്പോൾ ഹമാസിൻ്റെ തടവറയിൽ ബന്ദിയായി കഴിയുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. അയാൾ മരണത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് പറയുന്ന രീതിയിലുള്ള കുറേ അധികം വാചകങ്ങൾ, ഹീബ്രു ഭാഷയിൽ എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ, ഇതൊക്കെ ഇസ്രായേൽ വളരെ വേദനയോടെ കാണുന്നു എന്ന് പറയുമ്പോഴും ഗാസയിൽ മരിച്ചു വീണ, ഗാസയിൽ കൊല്ലപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് വ്യക്തം.